എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഉണക്കമുന്തിരിങ്ങ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നല്ല പഴുത്ത മുന്തിരിങ്ങ വാങ്ങിച്ച് നമുക്കതിൻ്റെ വീട്ടിൽ ഉണക്കമുന്തിരിങ്ങ നല്ലതുപോലെ ഉണങ്ങിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിങ്ങ വാങ്ങിച്ച് ഉണങ്ങിയെടുത്താണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഉണക്കമുന്തിരിങ്ങ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ മുന്തിരിങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നേരം ഉപ്പ് വെള്ളത്തിലിട്ട് അതിൽ നിന്ന് എടുത്ത് വേറെ 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതുപോലത്തെ മുന്തിരിങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വലുപ്പമുള്ളതല്ല, ഇതുപോലുള്ള ചെറിയ മുന്തിരിങ്ങ, നല്ല പഴുത്ത് കളറായിരിക്കുന്ന ഇതുപോലത്തെ മുന്തിരിങ്ങ വേണം നമ്മൾ ഉണങ്ങാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ മുന്തിരിങ്ങയാണ്, ഇതേ സൈസിലുള്ളത് നോക്കിയെടുക്കണം. നല്ല കളർ വന്നിട്ടുണ്ട്, ചുവപ്പ് കളറാണ് ഇതെല്ലാം. ഇതാണ് നമുക്ക് ഉണങ്ങിയെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഉണങ്ങുന്നത്, എന്താണ് ഇനി ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ചെരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. ആ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെച്ച വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്, ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ, നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്ന നല്ല സൗണ്ടുണ്ട്, അതുപോലെ തന്നെ കുമ്പളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് മുന്തിരിങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ കളറൊന്ന് മാറും, നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ മുന്തിരിങ്ങയുടെ ചെറിയ കളറൊന്ന് മാറി വരുന്നുണ്ട്, പച്ചപ്പ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പം വെള്ളം തിളച്ച് അടിയിൽ താന്ന് കിടന്ന മുന്തിരിങ്ങ എല്ലാം പൊങ്ങി മുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെന്തു എന്നുള്ളതാണ് ഇതാണ് കാണിക്കുന്നത്. മുന്തിരിങ്ങ എല്ലാം വെള്ളത്തിന് മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് മാറ്റാം. ഇത് മുന്തിരിങ്ങ പൊട്ടിപ്പോകരുത്, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പൊട്ടിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ തീ ഓഫ് ചെയ്ത് ഇത് മാറ്റേണ്ടതാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിത് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ പഴുത്ത മുന്തിരിങ്ങയാണ്, നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തില്ല. ഇത് ഏറ്റവും അവസാനം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വെന്ത് പോവും. നമുക്ക് ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ മുഴുവനും വെള്ളത്തിന് മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ വെന്തു. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. മുന്തിരിങ്ങ നല്ലതുപോലെ വെന്ത് വീർത്ത് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനിയും വെന്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ പാടില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കോരി മാറ്റാം. ഇത് കോരി മാറ്റി വെള്ളം മൊത്തം പോയി തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് വെയിലത്തേക്ക് വെക്കാം. ഇത് നമ്മളൊരു കിഴുത്ത പാത്രത്തിലേക്ക് കോരി മാറ്റി
നമുക്ക് ശകലസമയം വെച്ച് ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂട് ഒന്ന് പോട്ടെ. ഇപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ മുന്തിരിങ്ങ വെള്ളമൊക്കെ പോയി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രത്തിലേക്ക് ഇത് നിരത്തി കൊടുക്കാം. ഇതുപോലെ കനം കുറച്ച് നിരത്തി കൊടുക്കുക. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ നമ്മൾ നിരത്തി കൊടുക്കുക. നിരത്തി കൊടുത്ത് നമുക്ക് വെയിലത്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. വെയിലായി തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കിനിയും വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണങ്ങിയെടുക്കാം. ഇത് 4-5 ദിവസം എടുക്കും നല്ലതുപോലെ ഉണങ്ങിയെടുക്കാൻ. അപ്പോൾ നമുക്കിന്ന് വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതിപ്പോൾ ഒരു ദിവസം വെയിലത്ത് വെച്ചപ്പോൾ ഉണങ്ങിയതാണിത്. ഇത്രയും ചെറിയൊരു മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ. ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസം വെയിലത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷമുള്ള മുന്തിരിങ്ങയാണിത്. 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ ഇതിന് ഒരുവിധം കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസം ഒന്ന് വെയിലത്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ ഉണക്ക മുന്തിരിങ്ങ റെഡിയായിട്ടുണ്ട്. നല്ല പോലെ 3 ദിവസം വെയിൽ കൊണ്ടാൽ ഇത് ഉണങ്ങിയെടുക്കാം. നല്ല വെയിലുണ്ടെങ്കിൽ ആ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും. നല്ല കളറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുന്തിരിങ്ങ വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ഉണങ്ങി നോക്കുക. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുന്തിരിങ്ങ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല.